എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ വൃക്ഷാസനത്തെക്കുറിച്ചാണ്. ഒരു മരത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം അതിൻ്റെ വേരുകളിലേക്കും ശാഖകളിലേക്കുമാണ് നമ്മുടെ ചിന്ത പോകുന്നത്. എത്രത്തോളം വേരുകൾ ആഴത്തിൽ ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ടോ അതുപോലെ തന്നെ ആകാശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിൻ്റെ ശാഖകൾ വളരുന്നത്. അതുപോലെ തന്നെ ആ മരത്തിൻ്റെതായ സ്ഥൈര്യം നമ്മുടെ മനസ്സിനും ശരീരത്തിനും കൊണ്ടുവരുന്ന ഒരു ആസനമാണ് വൃക്ഷാസനം. യോഗ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പരിശീലിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഒരുപക്ഷെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പോസ്റ്ററാണിത്. പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ ഒരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ബാലൻസ് കീപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും നമ്മുടെ പ്രാക്ടീസ് ഒന്നുകൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ സ്റ്റെപ്സിലേക്ക് ആദ്യം നമുക്ക് കടക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രയോജനങ്ങൾ മനസ്സിലാക്കാം. വളരെ കംഫർട്ടബിളായ സ്റ്റാൻഡിംഗ് പൊസിഷൻ. കാലുകൾ സാവധാനം ചേർത്ത് കൊണ്ടുവരിക. കൈകൾ ബോഡിയോട് ചേർന്ന് ദീർഘശ്വാസം അകത്തേക്ക്, സാവധാനം പുറത്തേക്ക്. വലത് കാൽ സാവധാനം മടക്കി ഇടത് തുടയുടെ ആരംഭ ഭാഗത്തായി പതിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഈ പൊസിഷനിൽ നമുക്ക് ബാലൻസിങ് വേണം. അല്പസമയം ഈ ഒരു നിലയിൽ തുടരുക. ദീർഘശ്വാസം അകത്തേക്ക്, സാവധാനം പുറത്തേക്ക്. പൊസിഷൻ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുത്ത് രണ്ട് കൈകളും മേൽപോട്ട്. കൈപ്പത്തികൾ ചേർത്ത് വയ്ക്കുക. നോട്ടം മുന്നോട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കണം. ആ നിലയിൽ തുടർന്നുകൊണ്ട് ദീർഘമായി ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. കഴിയുന്നത്ര സമയം ആ സ്റ്റെപ്പിൽ തുടരണം. തുടർന്ന് ശ്വാസം സാവധാനം പുറത്തേക്ക് വിട്ട് രണ്ട് കൈകളും താഴ്ത്തിക്കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ കാൽ പൂർവസ്ഥിതിയിൽ. ഓപ്പോസിറ്റ് ലെഗ് ഉപയോഗിച്ച് ഇതേ സ്റ്റെപ്സ് ആവർത്തിക്കണം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സന്തുലിതാവസ്ഥ ഒരുപോലെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പൊസിഷനാണ് വൃക്ഷാസനം. നമ്മളതിൻ്റെ ബെനിഫിറ്റ്സ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ എണ്ണമറ്റ റിസൾട്ട്സ് നമുക്ക് കാണാൻ പറ്റും. അതിലേറ്റവും പ്രധാനം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു പൊസിഷനാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പൊസിഷനാണിത്. ഇതൊരു ഹിപ്പ് ഓപ്പണിംഗ് പൊസിഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ലെഗ് മസിൽസിനെ സ്ട്രോങ് ആക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാർഡിയാക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു സ്പിരിച്വൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിലുള്ള ഒരു ബാലൻസ് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു പൊസിഷനാണ് വൃക്ഷാസനം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മൾ ഈ പോസ്റ്റർ ധാരാളം ഉപദേശിക്കാറുണ്ട്, അവരെ പ്രാക്ടീസ് ചെയ്യിക്കാറുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഇത് നമ്മുടെ ഒരു റൊട്ടീൻ്റെ ഭാഗമായി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി കൊണ്ടുപോകാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ആസനയാണ് വൃക്ഷാസനം. നമ്മളത് ചെയ്യുന്ന സമയത്ത് ഇതൊരു മെഡിറ്റേഷൻ എന്ന വേയിലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഗീവ് എ കൺസെപ്റ്റ് ദാറ്റ് ഐ ആം എ ട്രീ, ദീസ് ഹാൻഡ്സ് ആർ മൈ ബ്രാഞ്ചസ്, ദീസ് ലെഗ്സ് ആർ മൈ റൂട്ട്സ് ആൻഡ് ഐ ആം ജസ്റ്റ് മൂവിങ് ബിക്കോസ് ഓഫ് ദ വിൻഡ്. ഈ പറയുന്ന കൺസെപ്റ്റിലൊരു മെഡിറ്റേഷൻ ടെക്നിക്കായിട്ടും നമുക്ക് ഇതിനെ പ്രാക്ടീസിങ് ലെവലിൽ കൊണ്ടുവരാവുന്നതാണ്. സോ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശ്രീ ഋഷി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ പരമാവധി ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരേക്കും നമസ്കാരം.